നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-ന് വീണ്ടും കേരളത്തിലെത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഈ മാസം 15-ന് കേരളത്തിലെത്തുന്നത്. ആലത്തൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളത്തെ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ തൃശൂർ, ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും. ആറ്റിങ്ങലിലും NDAയുടെ പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് സൂചനയുണ്ട്. ഇതോടൊപ്പം കോഴിക്കോടും പരിപാടി സംഘടിപ്പിക്കാൻ നീക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇത് 3-ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. നേരത്തെ കരുവന്നൂർ ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുടയിലേക്ക് പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ BJP ശ്രമം നടത്തിയിരുന്നു. ഇതിലൂടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കി പ്രചരിപ്പിക്കാനും പാർട്ടി ലക്ഷ്യമിട്ടിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM-നെതിരെ കേന്ദ്ര ഏജൻസികൾ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയുള്ള പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് ഈ അവസരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. പ്രധാനമന്ത്രി കുന്നംകുളത്ത് എത്തുന്നതോടെ ആലത്തൂർ, തൃശൂർ, ചാലക്കുടി മണ്ഡലങ്ങളിൽ അനുകൂലമായ തരംഗം ഉണ്ടാവും എന്നാണ് BJPയുടെ പ്രതീക്ഷ. ഇതുകൊണ്ട് തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കേരളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കാട്ടാനും സാധ്യതയുണ്ട്. നിലവിൽ കുന്നംകുളത്ത് പൊതുയോഗം നടത്തുന്നതിനാണ് PMO അനുമതി നൽകിയിട്ടുള്ളത്. വിജയസാധ്യതയുള്ള A ക്ലാസ് മണ്ഡലമായി BJP പരിഗണിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. അതിനാൽ നരേന്ദ്രമോദി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനെത്താൻ സാധ്യത വളരെ കൂടുതലാണ്. സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് സഹായകരമായ രീതിയിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുന്നംകുളം പ്രചരണത്തിന് പരിഗണിക്കുന്നതും. ആലത്തൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ സരസുവിന്റെ പ്രചരണാർത്ഥമാണ് പ്രധാനമന്ത്രി എത്തുന്നത്. SFIക്കെതിരെ നേർക്കുനേർ നിന്ന് പോരാടിയ ഒരാൾ എന്ന നിലയിൽ ഡോക്ടർ സരസുവിനോട് BJP ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമാണുള്ളത്. ഇതുകൂടെ പരിഗണിച്ചാണ് പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിനെത്തുന്നത്. എറണാകുളത്ത് പ്രധാനമന്ത്രി എത്തുന്നതും BJP പരിഗണിക്കുന്നുണ്ട്. കുന്നംകുളത്തെ വേദി മാത്രമാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. കുന്നംകുളം 15-ാം തീയതി രാവിലെ 11 മണിക്ക് ചെറുവത്തൂരിലെ വേദിയിലായിരിക്കും പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. ഇക്കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം കൊച്ചിയിൽ നടന്ന യുവജന സംഗമം, തൃശൂരിലെ വനിതാ സംഗമം, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം, കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷം പാർട്ടിയുടെ റോഡ് ഷോ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് പത്തനംതിട്ടയിൽ നടന്ന NDA സമ്മേളനം, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പാലക്കാട് നടന്ന റോഡ് ഷോ എന്നിവയൊക്കെയായി ബന്ധപ്പെട്ടാണ് ഇതിനു മുൻപ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിരുന്നത്.